നമസ്കാരം. കേരള സർക്കാർ ആരോഗ്യരംഗത്ത് നടപ്പിലാക്കുന്ന ഏറ്റവും തന്ത്രപ്രധാനവും ജനക്ഷേമകരവുമായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി അഥവാ കാസ്പിന്റെ 2026 ഏറ്റവും പുതിയ അപ്ഡേറ്റുകളും വിപ്ലവകരമായ മാറ്റങ്ങളും എന്തൊക്കെയെന്നാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ പരിശോധിക്കാം. നമ്മുടെ സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് സാധാരണക്കാരുടെയും നിർധനരുടെയും സാമ്പത്തിക ഭാരം ലഘൂകരിച്ച് ഉന്നത നിലവാരമുള്ള ആധുനിക വൈദ്യസഹായം പൂർണ്ണമായും സൗജന്യമായി ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ പദ്ധതി കൂടുതൽ പരിഷ്കാരങ്ങളോടെ മുൻപോട്ട് പോകുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനയുമായി സംയോജിപ്പിച്ച് കേരളത്തിൽ വിജയകരമായി നടപ്പിലാക്കി വരുന്ന ഈ സംരംഭം തടസ്സങ്ങളില്ലാത്ത സകലാത്മക ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കുന്നതിൽ വലിയൊരു നാഴികക്കല്ലാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പ്രായോഗിക വെല്ലുവിളികൾ പഠിച്ച് 2026 സാമ്പത്തിക വർഷത്തിൽ ഭരണകൂടം കൊണ്ടുവന്ന വിപ്ലവകരമായ മാറ്റങ്ങൾ സമൂഹത്തിലെ ഏറ്റവും താഴെത്തട്ടിലുള്ള കുടുംബശ്രീ അംഗങ്ങൾക്കും BPL കാർഡ് ഉടമകൾക്കും മറ്റ് മാർജിനലൈസ്ഡ് വിഭാഗങ്ങൾക്കും ജീവൻ രക്ഷാമാർഗമായി മാറിയിരിക്കുകയാണ്. അതിനാൽ ഈ പദ്ധതിയുടെ ഏറ്റവും പുതിയ ആനുകൂല്യങ്ങളും ഡിജിറ്റൽ സംവിധാനങ്ങളും അപേക്ഷാ മാനദണ്ഡങ്ങളും കൃത്യമായി മനസ്സിലാക്കി വെക്കേണ്ടത് ഓരോ കേരളീയന്റെയും അത്യന്താപേക്ഷിതമായ ആവശ്യമാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഏറ്റവും ആകർഷകവും നിർണായകവുമായ സവിശേഷത എന്നത് ഓരോ അർഹതയുള്ള കുടുംബത്തിനും പ്രതിവർഷം വാഗ്ദാനം ചെയ്യുന്ന 5 ലക്ഷം രൂപയുടെ പൂർണ്ണ സൗജന്യ ചികിത്സാ കവറേജാണ്. കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കും ഒരുപോലെ ഉപയോഗിക്കാവുന്ന ഫ്ലോട്ടർ അടിസ്ഥാനത്തിലാണ് ഈ തുക നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് കുടുംബത്തിലെ ഏതെങ്കിലും ഒരു അംഗത്തിന് മാത്രം ഒരു വർഷം 5 ലക്ഷം രൂപയുടെ ആവശ്യകത വരികയാണെങ്കിൽ അത് മുഴുവനായും ഉപയോഗിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ വിവിധ ഘട്ടങ്ങളിലായി കുടുംബത്തിലെ എല്ലാ അംഗങ്ങൾക്കുമായി ഈ തുക വിഭജിച്ച് ഉപയോഗിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യവുമുണ്ട്. ഏറ്റവും ആശ്വാസകരമായ കാര്യം ഈ പദ്ധതി പൂർണ്ണമായും ക്യാഷ്ലെസ് സൗകര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ്. രോഗി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നത് മുതൽ ചികിത്സ പൂർത്തിയാക്കി വീട്ടിലേക്ക് മടങ്ങുന്നതുവരെ 1 രൂപ പോലും സ്വന്തം കൈയിൽ നിന്നും ചെലവഴിക്കേണ്ട സാഹചര്യം വരുന്നില്ല. രജിസ്ട്രേഷൻ, പരിശോധനകൾ, മരുന്നുകൾ, ശസ്ത്രക്രിയകൾ, തീവ്രപരിചരണം എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു. ഡിസ്ചാർജ് സമയത്ത് ആശുപത്രികൾ നേരിട്ട് ഇൻഷുറൻസ് കമ്പനികളുമായും സംസ്ഥാന ആരോഗ്യ ഏജൻസിയുമായും ക്ലെയിം സെറ്റിൽമെന്റ് നടത്തുന്നതിനാൽ രോഗികൾക്കോ അവരുടെ ബന്ധുക്കൾക്കോ സാമ്പത്തികപരമായ യാതൊരു ബുദ്ധിമുട്ടും അനുഭവിക്കേണ്ടി വരുന്നില്ല. 2026 പ്രാബല്യത്തിൽ വന്ന പുതിയ പരിഷ്കാരങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് പദ്ധതിയിലെ വെയിറ്റിംഗ് പീരീഡ് പൂർണ്ണമായും ഒഴിവാക്കി എന്നുള്ളതാണ്. സാധാരണയായി ഏതൊരു ഇൻഷുറൻസ് പദ്ധതി എടുത്താലും നിലവിലുള്ള രോഗങ്ങൾക്ക്, അതായത് പ്രീ എക്സിസ്റ്റിംഗ് ഡിസീസ് കവറേജ് ലഭിക്കാൻ മാസങ്ങളോ വർഷങ്ങളോ കാത്തിരിക്കേണ്ട സാഹചര്യമുണ്ടായിരുന്നു. എന്നാൽ കാസ്പിൽ നേരത്തെ ഉണ്ടായിരുന്ന 30 ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് 2026 പൂർണ്ണമായും നിർത്തലാക്കി. ഇനി മുതൽ പദ്ധതിയിൽ പുതുതായി രജിസ്റ്റർ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് തൊട്ടടുത്ത ദിവസം മുതൽ തന്നെ പൂർണ്ണ ചികിത്സാ ആനുകൂല്യങ്ങൾക്ക് അർഹതയുണ്ടായിരിക്കും. ഇത് വിട്ടുമാറാത്ത രോഗങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആയിരക്കണക്കിന് നിർധന രോഗികൾക്ക് പെട്ടെന്നുള്ള ചികിത്സ ഉറപ്പാക്കാൻ സഹായിക്കുന്നു. ഇതിനു പുറമെ പോസ്റ്റ് ഹോസ്പിറ്റലൈസേഷൻ കവറേജിൽ കാതലായ വർധനവ് വരുത്തിയിട്ടുണ്ട്. മുൻപ് ഡിസ്ചാർജിന് ശേഷമുള്ള 15 ദിവസത്തെ ചെലവുകൾ മാത്രം വഹിച്ചിരുന്നിടത്ത് നിലവിലത് 30 ദിവസമായി ദീർഘിപ്പിച്ചു. ഡിസ്ചാർജായി വീട്ടിലെത്തിയ ശേഷവും രോഗവുമായി ബന്ധപ്പെട്ട് വേണ്ടിവരുന്ന തുടർ പരിശോധനകൾ, ലാബ് ടെസ്റ്റുകൾ, വിദഗ്ധ ഡോക്ടർമാരുടെ ഫോളോ അപ്പ് കൺസൾട്ടേഷനുകൾ, ആവശ്യ മരുന്നുകൾ എന്നിവയുടെ മുഴുവൻ ചെലവും ഈ 30 ദിവസത്തേക്ക് പദ്ധതി വഴി തന്നെ സൗജന്യമായി ലഭിക്കും. ചികിത്സാ പാക്കേജുകളുടെ വ്യാപ്തിയും വൈവിധ്യവും വർദ്ധിപ്പിച്ചു എന്നത് 2026 മറ്റൊരു സുപ്രധാന നാഴികക്കല്ല് തന്നെയാണ്. മുൻ വർഷങ്ങളിൽ 1393 തരം ചികിത്സകൾ കവർ ചെയ്തിരുന്ന സ്ഥാനത്ത് പുതിയ പരിഷ്കാരങ്ങൾ വഴി ഇത് 1600-ലധികം സങ്കീർണവും ആധുനികവുമായ ചികിത്സാ പാക്കേജുകളുമായി വിപുലീകരിച്ചിട്ടുണ്ട്. ക്യാൻസർ, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, റേഡിയോ സർജറി, ഹൃദ്രോഗ സംബന്ധമായ ബൈപ്പാസ് ശസ്ത്രക്രിയകൾ, ആൻജിയോപ്ലാസ്റ്റി, സങ്കീർണമായ ന്യൂറോ സർജറികൾ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ, ലിവർ ട്രാൻസ്പ്ലാന്റേഷൻ, പ്ലാസ്റ്റിക് സർജറികൾ, ഗുരുതരമായ തീപ്പൊള്ളലിനുള്ള ചികിത്സകൾ, ഓർത്തോപീഡിക് ഫ്രാക്ചർ ശസ്ത്രക്രിയകൾ, ഗർഭാശയ അർബുദം, സ്തനാർബുദം തുടങ്ങി എല്ലാത്തരം പ്രമുഖ രോഗങ്ങൾക്കും സർജറികൾക്കും ഇതിൽ സുനിശ്ചിത പാക്കേജുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ചികിത്സയ്ക്കും നിശ്ചിത നിരക്കുകൾ സർക്കാരും ആരോഗ്യ ഏജൻസിയും മുൻകൂട്ടി ക്ലിപ്തപ്പെടുത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് ഹൃദയ ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് 1,20,000 രൂപയും വൃക്ക മാറ്റിവെക്കലിന് 2,50,000 രൂപയും ക്യാൻസർ കീമോതെറാപ്പി സൈക്കിളുകൾക്ക് 10,000 രൂപയും എന്നിങ്ങനെ സുതാര്യമായി നിശ്ചയിച്ചിരിക്കുന്നു. അംഗീകൃത ആശുപത്രികൾക്ക് ഈ നിരക്കിൽ കൂടുതൽ തുക രോഗികളിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഈടാക്കാൻ യാതൊരുവിധ നിയമപരമായ അനുവാദവുമില്ല. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ അർഹതാ മാനദണ്ഡങ്ങളിലും എലിജിബിലിറ്റി ലിസ്റ്റിലും 2026 കൂടുതൽ ഉദാരവും സമഗ്രവുമായ സമീപനമാണ് കേന്ദ്ര സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. പ്രധാനമായും സാമൂഹ്യ സാമ്പത്തിക ജാതി സെൻസസ് വിവരശേഖരണ പ്രകാരം ഗ്രാമീണ മേഖലയിലെ 5 തരം ഡിപ്രിവേഷൻ മാനദണ്ഡങ്ങളും നഗരപ്രദേശങ്ങളിലെ 11 തരം തൊഴിലധിഷ്ഠിത മാനദണ്ഡങ്ങളും പാലിക്കുന്ന കുടുംബങ്ങൾ ഈ പദ്ധതിയിൽ സ്വയമേ ചേർക്കപ്പെടുന്നു.
അതോടൊപ്പം തന്നെ കേരളത്തിലെ ഏറ്റവും ശക്തമായ സ്ത്രീ കൂട്ടായ്മയായ കുടുംബശ്രീയുടെ സാമ്പത്തിക സഹായ സംഘങ്ങളിൽ പ്രവർത്തിക്കുന്ന അംഗങ്ങളുടെ കുടുംബങ്ങൾക്ക് പദ്ധതിയുടെ പൂർണ്ണ സംരക്ഷണം നേരിട്ട് ലഭ്യമാകുന്നുണ്ട്. കൂടാതെ വെള്ള റേഷൻ കാർഡ് ഉടമകളിൽ നിശ്ചിത വാർഷിക വരുമാന പരിധിക്കുള്ളിൽ വരുന്നവർക്ക് പ്രത്യേകം അപേക്ഷ സമർപ്പിച്ച് ഈ സൗജന്യ കവറേജ് നേടാവുന്നതാണ്. സാമുദായികമായും സാമ്പത്തികമായും പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളായ വിധവകൾ, ഭിന്നശേഷിക്കാർ, ട്രാൻസ്ജെൻഡേഴ്സ് വ്യക്തികൾ, പരമ്പരാഗത മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ എന്നിവർക്ക് 2026 അപ്ഡേറ്റ് അനുസരിച്ച് പ്രത്യേക ആനുകൂല്യങ്ങളും വരുമാന പരിധിയിൽ വൻ ഇളവുകളും അനുവദിച്ച് തടസ്സങ്ങളില്ലാതെ പദ്ധതിയിൽ ചേരാനുള്ള അവസരം ഒരുക്കിയിരിക്കുന്നു. പദ്ധതിയുടെ നടത്തിപ്പും സേവന വിതരണവും സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി 2026 കാർഡ് വിതരണത്തിലും സാങ്കേതിക വിദ്യയിലും വൻ കുതിച്ചുചാട്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഇനി മുതൽ പദ്ധതിയുടെ ആനുകൂല്യം ലഭ്യമാക്കുന്നതിന് പേപ്പർ കാർഡോ പ്ലാസ്റ്റിക് കാർഡോ കൈവശം വെക്കണമെന്ന് നിർബന്ധമില്ല. രോഗിയുടെ ആധാർ കാർഡ് മാത്രം ആശുപത്രിയിലെ ആരോഗ്യമിത്ര കൗണ്ടറിൽ ഹാജരാക്കിയാൽ മതിയാകും. സർവേയിലൂടെയുള്ള ആധാർ ബയോമെട്രിക് അല്ലെങ്കിൽ OTP വേരിഫിക്കേഷനിലൂടെ രോഗിയുടെ അർഹത മിനിറ്റുകൾക്കുള്ളിൽ തന്നെ സ്ഥിരീകരിക്കപ്പെടും. എന്നാൽ ഫിസിക്കൽ കാർഡ് കൈവശം വെക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ താലൂക്ക് ജില്ലാ ആശുപത്രികളിലെ ആരോഗ്യമിത്ര ഡെസ്കുകൾ വഴിയോ QR കോഡ് പതിച്ച ഡിജിറ്റൽ കാർഡുകൾ വളരെ എളുപ്പത്തിൽ പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമായ പുതിയ ആരോഗ്യമിത്ര മൊബൈൽ ആപ്പ് വഴി ഗുണഭോക്താക്കൾക്ക് കാർഡ് ഡൗൺലോഡ് ചെയ്യാനും സ്വന്തം കുടുംബത്തിന്റെ ലഭ്യമായ ഇൻഷുറൻസ് ബാലൻസ് തുക പരിശോധിക്കാനും അടുത്തുള്ള എംപാനൽ ചെയ്ത ആശുപത്രികളുടെ ലിസ്റ്റ് തത്സമയം അറിയാനും നിലവിലെ ക്ലെയിമുകളുടെ പുരോഗതി കൃത്യമായി ട്രാക്ക് ചെയ്യാനും സാധിക്കും. സംസ്ഥാനത്തുടനീളം 600-ലധികം പ്രമുഖ സർക്കാർ സ്വകാര്യ ആശുപത്രികളെ കോർത്തിണക്കിക്കൊണ്ടാണ് കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി 2026 വിപുലമായി പ്രവർത്തിക്കുന്നത്. കേരളത്തിലെ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ജില്ലാ ആശുപത്രികളിലും താലൂക്ക് ആശുപത്രികളിലും ജനറൽ ആശുപത്രികളിലും പങ്കാളികളാണ് എന്നതിനു പുറമെ 100 കണക്കിന് ലിസ്റ്റ് ചെയ്ത പ്രൈവറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രികളിലും ഈ സൗജന്യ ചികിത്സ ലഭ്യമാണ്. ഓരോ ജില്ലയിലും കുറഞ്ഞത് 20 മുതൽ 50 വരെ എംപാനൽ ചെയ്ത ആശുപത്രികൾ പൊതുജനങ്ങൾക്കായി സജ്ജമാക്കിയിട്ടുണ്ട്. അടിയന്തര ഘട്ടങ്ങളിൽ രോഗികൾക്ക് യാതൊരുവിധ മുൻകൂർ അനുമതി പത്രമോ റെഫറൽ ലെറ്ററോ ഇല്ലാതെ തന്നെ ഏത് എംപാനൽ ചെയ്ത ആശുപത്രിയിലും പ്രവേശിച്ച് സൗജന്യ ചികിത്സ നേടാനാകും. എന്നാൽ പ്ലാൻ ചെയ്ത ശസ്ത്രക്രിയകൾക്ക് മാത്രം ആരോഗ്യമിത്രയുടെ മുൻകൂർ സാങ്കേതിക അനുമതി ആവശ്യമുള്ളൂ. അഡ്മിഷൻ പ്രക്രിയയും വളരെ ലളിതമാണ്. ആധാർ കാർഡും റേഷൻ കാർഡുമായി ആരോഗ്യമിത്ര ഡെസ്കിലെത്തി രജിസ്റ്റർ ചെയ്യുക, ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പ്രവേശനം നേടുക, ചികിത്സയ്ക്ക് ശേഷം 1 രൂപ പോലും നൽകാതെ ഡിസ്ചാർജായി മടങ്ങുക. ഇതിനു പുറമെ 2026 പുതുതായി ഉൾപ്പെടുത്തിയ ദേശീയ പോർട്ടബിലിറ്റി സൗകര്യവും വഴി കേരളത്തിലെടുത്ത കാർഡ് ഉപയോഗിച്ച് ഇന്ത്യയിലെമ്പാടുമുള്ള ആയുഷ്മാൻ ഭാരത് എംപാനൽ ചെയ്ത ഏത് പ്രമുഖ ആശുപത്രിയിലും സൗജന്യമായി ചികിത്സ നേടാൻ മലയാളിക്ക് സാധിക്കും. ഡിജിറ്റൽ യുഗത്തിന് അനുയോജ്യമായ രീതിയിൽ വീടുകളിലിരുന്ന് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം തേടാവുന്ന ടെലി കൺസൾട്ടേഷൻ, കിടപ്പ് രോഗികൾക്കായി വീട്ടിലെത്തി സേവനം നൽകുന്ന ഹോം കെയർ സംവിധാനം, ക്യാൻസർ ഡയാലിസിസ് രോഗികൾക്ക് ആശുപത്രി യാത്രകൾക്കായുള്ള പ്രതിമാസ ട്രാവൽ അലവൻസ്, സമഗ്ര മാനസികാരോഗ്യ ചികിത്സാ പാക്കേജുകൾ, അർഹതപ്പെട്ട ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങൾ എന്നിവയെല്ലാം കാസ്പ് 2026 വലിയ സവിശേഷതകളാണ്. എന്നാൽ പ്ലാസ്റ്റിക് കോസ്മെറ്റിക് സർജറികൾ, വന്ധ്യതാ ചികിത്സകൾ, ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന അസുഖങ്ങൾ എന്നിവ പദ്ധതിക്ക് പുറത്താണ്. ഏതെങ്കിലും ആശുപത്രികളിൽ രോഗികളിൽ നിന്നും അനധികൃതമായി പണം ആവശ്യപ്പെടുകയോ സേവനങ്ങളിൽ വീഴ്ച വരുത്തുകയോ ചെയ്താൽ 1455 എന്ന സൗജന്യ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിച്ച് പരാതിപ്പെടാവുന്നതാണ്. സാർവത്രിക ആരോഗ്യ കവറേജ് ലക്ഷ്യമിട്ട് മുന്നേറുന്ന ഈ സുപ്രധാന വിവരങ്ങൾ അർഹരായ എല്ലാ കുടുംബങ്ങളിലേക്കും എത്തിക്കാൻ ഏവരും ശ്രദ്ധിക്കുക. വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. യൂട്യൂബിൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഫോളോ ചെയ്യുക. Please subscribe our channel.